പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഔസേപ്പിതാവിനോട് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ബൈബിളിലൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 10-ാം തിരുവചനം. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. എന്ന് വെച്ചാൽ നമുക്കറിയാം, നക്ഷത്രം കണ്ടപ്പോൾ എന്ന് പറയുമ്പോൾ ആട്ടിടയന്മാരല്ല, 3 പൂജരാജാക്കന്മാരാണ്. അപ്പോൾ അവരാണ് നക്ഷത്രം കണ്ടുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. വീണ്ടും അതിൻ്റെ 11-ാം തിരുവചനം പറയുവാണ്, അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്നു പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ചു. ഇതാരാന്ന് നമുക്കറിയാം, പൂജരാജാക്കന്മാരാണ്. ഇവിടെ നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന വാക്ക് അതല്ല. നോക്കിയേ, ഈ വചനത്തിൽ 11-ാമത്തെ വചനത്തിൽ ഇതാണ് നമ്മൾ പറയുന്നത്. അതിൽ ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെയും അമ്മയായ മറിയത്തോടു കൂടി കാണുകയും ചെയ്തു. അപ്പം ശിശുവിനെ അമ്മേനെ മാത്രം നമ്മൾ എടുക്കുകയാണ്, ശിശുവും അമ്മയും. ഇനിയും അതിൻ്റെ 13-ാമത്തെ തിരുവചനം, ഇപ്പം നമ്മൾ 11-ആണ് വായിച്ചത്, ഇനി 13-ാം തിരുവചനം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. കണ്ടോ, ശിശുവിനെയാണ് ഹെറോദേസിൻ്റെ പടയാളികൾ കൊല്ലാൻ വരുന്നത്, മറിയത്തെ അല്ല. ശിശുവിനെ എടുത്തുകൊണ്ട് പോയാൽ മതി. മറിയത്തെ വേണം നസ്രത്തിൽ തന്നെ ആക്കാം, അല്ലെങ്കിൽ എലിസബത്തിൻ്റെ വീട്ടിൽ കൊണ്ടേയാക്കാം. കണ്ടോ, എന്നാൽ ഔസേപ്പിതാവിനോട് പറയുന്നത് എന്താണ്? ശിശുവിനെയും അമ്മയെയും കൂട്ടി. ഇനിയും 14-ാം തിരുവചനം നമുക്ക് വായിക്കാം. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. പ്രിയമുള്ളവരെ, ആ രാത്രി തന്നെ ഔസേപ്പിതാവ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുമല്ല, ശിശുവിനെയും അമ്മയെയും കൂട്ടി. ഇനി അതിൻ്റെ 20-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേൽ ദേശത്തേക്ക് മടങ്ങുക. ഈജിപ്തിലായിരുന്ന ഈ മറിയത്തെയും കുഞ്ഞിനെയും കൂട്ടി എങ്ങോട്ട് മടങ്ങാൻ വേണ്ടി പറയുകയാണ്? ഔസേപ്പിതാവിനോട് പറയുവാണ്, ഈ കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേൽ ദേശത്തേക്ക് തിരിച്ചു പോവുക. 21-ാം തിരുവചനം വീണ്ടും പറയുന്നു, അവൻ ഔസേപ്പിതാവ് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇത്ര ഗൗരവത്തോടെ ഇങ്ങനെ ശിശുവിനെ അമ്മേനെയും പറയേണ്ട കാര്യം എന്തിനാ? എന്താ ഔസേപ്പിതാവിന് ചെവി കേൾക്കാൻ മേലേ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഈ 3-4-5 പ്രാവശ്യം ഇങ്ങനെ ശിശുവിനെ അമ്മേനെയും പറയുന്നത്? കാരണം നമ്മൾ മനസ്സിലാക്കണം, ഏതേൻ തോട്ടത്തിൽ വെച്ച് പിശാചിനോട് ദൈവം സാത്താനോട് വെല്ലുവിളിച്ചത്, സാത്താനെ നീയും സ്ത്രീയും തമ്മിലും എന്നാണ്. ഈ സ്ത്രീയിലൂടെയാണ് സന്തതി വരുന്നത്, സാത്താൻ്റെ തല തകർക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ സ്ത്രീയാണ് ഇവിടെ മെയിൻ കഥാപാത്രം. കാരണം ഒരു സ്ത്രീയിലൂടെയാണ് ജന്മഭാവം വന്നത്. ദൈവത്തിനെതിരെ മറുതലിച്ചത് ഹൗവയാണ്, ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് സ്ത്രീയിലൂടെ തന്നെ വേണം രക്ഷ വരാൻ. രക്ഷ യേശുവാണ്. അപ്പം ഈജിപ്തിലേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും ശിശുവിനെയും കൊണ്ട് മാത്രം ഓടരുത്, ശിശുവിൻ്റെ അമ്മയും വേണം. പ്രിയമുള്ളവർ, എത്ര ഗൗരവത്തോടെയാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിലൂടെ ഈ ഗബ്രിയേൽ ദൂതൻ വഴിയുള്ള മെസ്സേജ് ദൈവം കൊടുക്കുന്നതെന്ന് നോക്കിക്കേ. വചനം എന്തിനാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? ഇത് പഴയ നിയമമല്ല, പുതിയ നിയമമാണ്. അപ്പം പരിശുദ്ധ കന്യകാമറിയത്തിന് അത്രമാത്രം സ്ഥാനമുള്ളതുകൊണ്ടാണ് ഇത്രമാത്രം പിതാവായ ദൈവം ഏതേൻ തോട്ടത്തിൽ വെച്ച് സാത്താനോട് വെല്ലുവിളിച്ചത് ഈ സ്ത്രീയെ കണ്ടുകൊണ്ടാണ്, ഈ മറിയത്തെ. അതുകൊണ്ട് കുരിശും ചുവട്ടിലും ആര് വേണം? ഈ സ്ത്രീ വേണം. അല്ലാണ്ട് ഈ സമയത്ത് മാത്രം പോരാ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ ആര് വേണം? ഇതുകൊണ്ടാണ് അപ്പസ്തോലന്മാരോടൊപ്പം 3.5 വർഷം ജീവിച്ചെങ്കിൽ കൂടുതൽ സമയം മറിയത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. ആ മറിയത്തിന് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സ്ത്രീ ഇല്ലാതെ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കത്തില്ല. കാരണം രക്ഷകൻ വരിക എന്നുള്ളത്, ഇപ്പോൾ രക്ഷകൻ വരാൻ വേണ്ടി ഇപ്പോൾ സ്ത്രീയുടെയോ ഗബ്രിയേൽ മാലാഖയുടെ ഒന്നും ആവശ്യമില്ല. ദൈവമല്ലേ, ദൈവത്തിന് നേരിട്ടേക്ക് വരാമല്ലോ. പക്ഷേ ഏതേൻ തോട്ടത്തിൽ സാത്താൻ നേരിട്ട് ദൈവത്തെ പീഡിപ്പിക്കുകയായിരുന്നില്ല, ഒരു സ്ത്രീയിലൂടെയാണ്. അപ്പം അതുകൊണ്ട് സ്ത്രീയിലൂടെ തന്നെ വേണം ഈ സാത്താൻ്റെ തല തകർക്കാൻ. അതുകൊണ്ട് ഔസേപ്പിതാവിനോട് പറയുവാണ്, യേശുവാകുന്ന രക്ഷകനെ കാത്തിരുന്ന് ഇമ്മാനുവലായ ക്രിസ്തുവിനെ കിട്ടി, രക്ഷകനെ കിട്ടി. അതുകൊണ്ട് രക്ഷകനെ മുറുകെ പിടിച്ചുകൊണ്ട് ഓടിയേക്കരുത്, ഈ സ്ത്രീനെയും കൊണ്ടുപോകണം. കാരണം ഈ രക്ഷാകര ചരിത്രത്തിലെ മെയിൻ ആളാണ് സ്ത്രീ. കാരണം സ്ത്രീയിലൂടെ വന്ന ശാപം സ്ത്രീയിലൂടെ തന്നെ വേണം ഈ സാത്താൻ്റെ തലയെ തകർക്കാൻ. അതുകൊണ്ട് ഈ സ്ത്രീ കൂടെ വേണം. കണ്ടോ,
പ്രിയമുള്ളവർ, ഈ സ്ത്രീ തന്നെയാണ് യേശു മരിച്ചതിന് ശേഷം അപ്പസ്തോലന്മാരെ ഒരുക്കുന്നതും യേശുവിൻ്റെ വഴി ഒരുക്കാനുള്ള യോഹന്നാനെ ശക്തിപ്പെടുത്തുന്നതുമൊക്കെ. അതുകൊണ്ട് ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ കാനായിൽ ഇടപെടുന്നതൊക്കെ ഈ സ്ത്രീയാണ്. ഈ സ്ത്രീയെ തന്നെയാണ് ഈശോ തിരുസഭയുടെ മുൻപോട്ടുള്ള നീക്കത്തിനായി അപ്പസ്തോലന്മാർക്ക് കുരിശിൽ കിടന്നുകൊണ്ട് സഭയുടെ മുഴുവൻ പ്രതിനിധി മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഏൽപ്പിച്ചു തരുന്നതും. അതുകൊണ്ട് സ്ത്രീ കൂടാതെ സാധ്യം. കാരണം ഈ സ്ത്രീ വഴി വന്ന പാപമാണ്. ഒരു സ്ത്രീയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചത്. ഹൗവയാണ് പഴം പറിച്ചു തിന്നത്. ഹൗവേനെയാണ് സാത്താൻ വഞ്ചിച്ചത്. ഹൗവ വഴി സാത്താനിലോട്ടും ആദത്തിലേക്കും കടന്നു വരികയാണ്. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കണം, മറിയത്തിലൂടെ യേശു വരുന്നു. മറിയത്തിലൂടെ തന്നെയാണ് യേശു വന്നത്. അപ്പം അതുകൊണ്ട് ഈ സ്ത്രീനെയും കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക ഉണ്ടോ, അമ്മേനെയും ശിശുവിനെയും കൂട്ടി ഈജിപ്തിൽ നിന്ന് ഇസ്രയേലിലോട്ട് തിരികെ വരിക. പ്രിയമുള്ളവരെ, ദൈവം ഇത്ര ഗൗരവം ഈ സ്ത്രീയെക്കുറിച്ച് കാണുമ്പോൾ, അല്ലെ സ്ത്രീയെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് നീതിമാനായ ജോസഫിനോട് കൊണ്ടുപോകണമെന്നും കൊണ്ടുവരണമെന്നും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ സ്ത്രീ വേണ്ടാന്ന് വിചാരിച്ചാലോ? അത് നമ്മുടെ അറിവില്ലായ്മയാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സംവിധാനത്തെ നമ്മൾ അനുസരിക്കുക. മറിയത്തെ ബഹുമാനിക്കുമ്പോൾ ദൈവത്തെയാണ് ബഹുമാനിക്കുന്നത്. ജോസഫിനോട് പോലും ദൈവം ഗബ്രിയേൽ വഴി സ്വർഗം ഇത്രമാത്രം വെളിപ്പെടുത്തുന്നത് എന്തിനാ? മറിയത്തിന് അത്രമാത്രം ഗൗരവമുള്ളതുകൊണ്ടാണ്. മറിയത്തിൻ്റെ ജീവിതം വെറും ഒരു മുട്ടത്തോട് പോലെ അല്ല. മറിയം ഈ ജീവിതത്തിൽ ആവശ്യമുണ്ട്. ഈശോയുടെ പരസ്യ ജീവിതത്തിൽ മറിയം ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് മറിയത്തിൻ്റെ റോള് കഴിഞ്ഞിട്ടില്ല പ്രസവത്തോടു കൂടി. അപ്പോൾ മുട്ടത്തോട് പോലെയാണ് കോഴിക്കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ മുട്ടത്തോട് വേസ്റ്റ കളയാമെന്ന് പറയുന്ന പോലെ രീതിയിലല്ല സ്വർഗം മറിയത്തെ കാണുന്നത്. ഇത്രമാത്രം ഗൗരവമുണ്ട്. പ്രിയമുള്ളവരെ, സ്വർഗം കാണുന്നത് പോലെ നമ്മൾ മറിയത്തെ കാണുക, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുക, ദൈവം കാണുന്നത് പോലെ കാണുക. അപ്പോൾ അതുവഴി നമ്മളെ ദൈവം അനുഗ്രഹിക്കും. കാരണം മറിയത്തിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ ദൈവത്തിനാണ് വിധേയപ്പെടുന്നത്. അല്ലാണ്ട് മറിയത്തെ നമ്മൾ ആരും ആരാധിക്കുന്നില്ല. മറിയം ദൈവം അല്ല. അപ്പം അതുകൊണ്ട് പക്ഷേ ദൈവത്തിൻ്റെ സംവിധാനം നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. തിരുസഭയും കൂദാശകളും എല്ലാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ എല്ലാ സംവിധാനത്തിനും മുൻപിൽ മറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസനെന്ന് നമ്മൾ എളിമയോടെ നമ്മൾ പ്രത്യുത്തരം നൽകിയാൽ അത് നമ്മുടെ അനുഗ്രഹത്തിന്, നമ്മുടെ ആത്മരക്ഷയ്ക്ക്, നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക്, എല്ലാ തലമുറകളുടെ രക്ഷയ്ക്കൊക്കെ അത് കാരണമായി തീരും. അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയോട് മറുതലിച്ച് ആദത്തിനും ഹവ്വയ്ക്കും പറ്റിയ പോലെ ദൈവവും പർദീസയെല്ലാം നഷ്ടപ്പെട്ട് തിന്മ പെരുകി മൂത്തവൻ ഇളയവനെ കൊന്ന് നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ മനുഷ്യൻ്റെ തിന്മ മൂലം ലോകത്തെ നശിപ്പിച്ച അവസ്ഥ പോലെ ദൈവം വേദനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നമുക്ക് മറിയത്തെ പോലെ നമുക്ക് വിധേയപ്പെടാം, ദൈവത്തിന് വിധേയപ്പെടാം, ദൈവാനുഗ്രഹം സ്വന്തമാക്കാം. ദൈവം അങ്ങനെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും തലമുറകളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.